ഇപ്പോൾ കാണുന്നത്. നഗരസഭയുടെ പ്രധാന ഗേറ്റിന് മുന്നിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. അതിനുശേഷം അവർ തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോഴാണ് യൂത്ത് ലീഗ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നത്. നഗരസഭയുടെ പ്രധാന കവാടത്തിൽ ബിജെപിയുടെ കൗൺസിലർമാരുടെ സമരം, പുറത്ത് പ്രധാന ഗേറ്റിന് വെളിയിലാണ് യൂത്ത് ലീഗിന്റെ സമരം നടന്നത്. പ്രതിഷേധവുമായി സംഘടനകൾ രംഗത്തെത്തുകയാണ്. ലൈവത്തോടിനിടയിൽ നമ്മൾ കാണുന്നത് പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ്. തലസ്ഥാനത്തെ ജലസ്രോതസ്, പ്രത്യേകിച്ചും ആമേഴഞ്ചാൽ തോട് ഒരു മാലിന്യ സ്രോതസ്സായി, മാലിന്യവാഹിയായി മാറുന്നതിനെതിരെ നഗരസഭയ്ക്ക് മുന്നിലും നഗരസഭയ്ക്കുള്ളിലും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. യൂത്ത് ലീഗ് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് നീക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നഗരസഭയ്ക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ അഷിൻ ഡിയാഗോ നൽകും. അഷിൻ ഡിയാഗോ, യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രധാന ഗേറ്റ് ഉപരോധിക്കുകയായിരുന്നു. അവരെ പൂർണ്ണമായും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയോ? മുമ്പാണ് മേയർ കോർപ്പറേഷനിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടന്നത്. ഇവിടെ പുറത്തും അകത്തുമായിരുന്നു പ്രതിഷേധം. ഈ മേയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ഇവരെ പോലീസ് തടഞ്ഞു, അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. നേരത്തെ ഏതാണ്ട് 10ഓളം പ്രവർത്തകരാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറി മേയർക്ക് നേരെ പ്രതിഷേധം നടത്താൻ ശ്രമിച്ചത്. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇവിടെ ഇവരുടെ ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇവരുടെ മുന്നിലേക്കാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ വന്നത്. തുടർന്ന് മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം. ഈ ജോയിയുടെ മരണം, അതിൽ ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആകെ പരാജയമാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ഇപ്പോൾ എന്തായാലും യൂത്ത് ലീഗ് പ്രവർത്തകരെ ഈ മേയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ്, പൂജപ്പുര പോലീസാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് നീക്കിയിട്ടുള്ളത്. ഏതാണ്ട് 10ഓളം പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം, അതായത് ഈ ജോയ്, ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ ആ ഒരു മരണം സംഭവിച്ചത്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനെതിരെയും മേയർക്കെതിരെയും ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നേരത്തെ കൗൺസിലർമാർ അവിടെ ഉപരോധിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അഷിൻ, മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ബിജെപി കൗൺസിലർമാർ ഒരു ബാനറൊക്കെ ഉയർത്തി അകത്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിലുണ്ട്. അവരെ, ആ പ്രതിഷേധക്കാരെ മാറ്റുന്നുണ്ടോ? പോലീസ് നടപടി ഉണ്ടാകുമോ? കൂടുതൽ പോലീസ് അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? സുജിയ, നിലവിൽ ഇവിടെ കോർപ്പറേഷനിൽ ഇപ്പോൾ പോലീസിൻ്റെ ശക്തമായൊരു സുരക്ഷയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വനിതാ പോലീസ് അടക്കം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പോലീസിൻ്റെ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനിടയിലേക്കാണ് ഇപ്പോൾ ഈ മേയർക്കെതിരെയുള്ള പ്രതിഷേധവും നടക്കുന്നത്. മേയറുടെ ഓഫീസിന് മുന്നിൽ BJP കൗൺസിലർമാരടക്കം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ മേയർ ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിലും ഈ ഒരു പ്രതിഷേധവും ഇപ്പോൾ നഗരസഭയ്ക്കുള്ളിലേക്കും എത്തിയിരിക്കുന്നു. അകത്തും പുറത്തുമായി പ്രതിഷേധം നടക്കുന്നു. മേയറുടെ രാജി തന്നെയാണ് ഏവരുടെയും ആവശ്യം. മാത്രമല്ല, ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നഗരസഭയും മേയർക്കുമെതിരെയുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ശുചീകരണ തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ മരണം, ആ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ, അതിൽ വാക്ക് തർക്കങ്ങൾ, മേയർ നഗരസഭയുടെ വേസ്റ്റ് അല്ല എന്ന് കോർപ്പറേഷനും, പക്ഷേ ഇത് റെയിൽവേയുടെ മാലിന്യമാണെന്ന് അവർ പറയുന്നു. ഒരു മനുഷ്യജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മേയറുടെ ഓഫീസിന് മുന്നിലേക്കും പ്രതിഷേധം നടക്കുകയാണ്. ചേട്ടാ, മേയറുടെ എന്താണ് പറയാനുള്ളത്? പ്രതിഷേധം മേയറെ ഇന്ന് ഇതിനകത്ത് കടത്തിവിടാത്ത തരത്തിലുള്ള ഉപരോധ സമരത്തിനാണ് ഇന്ന് BJP കൗൺസിലർമാർ നേതൃത്വം നൽകുന്നത്. കാരണം ഈ മാലിന്യത്തിൽ മുക്കിക്കൊന്നത് ജോയി എന്ന് പറയുന്ന 42 വയസ്സ് പ്രായമുള്ള ആളെ മാലിന്യത്തിൽ മുക്കിക്കൊന്നതിൻ്റെ ഉത്തരവാദിത്വം തിരുവനന്തപുരം നഗരസഭ ഭരണാധികാരികൾക്കാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മേയർക്കാണ്. അതിന് ഉത്തരവ് പറയേണ്ടതായിട്ടുള്ള ആൾ മേയറാണ്. ഈ മാലിന്യ കൂമ്പാര റെയിൽവേയുടെ ഭാഗത്ത് വരുന്ന വെറും 117 മീറ്റർ മാത്രമേ ഉള്ളൂ. കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ആമയിടഞ്ചാട് തോടെന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള കിലോമീറ്റർ ചുറ്റളവിൽ കഴിഞ്ഞ് 117 മീറ്റർ വരുന്ന റെയിൽവേയുടെ അകത്ത് വരുന്ന അവസരത്തിൽ റെയിൽവേയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നഗരസഭാ ഭരണകൂടത്തിന് ഇതിൽ നിന്ന് കൈയൊഴിയാൻ സാധിക്കില്ല, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഈ ഭരണാധികാരികളുടെ പേരിൽ കേസെടുക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്.
നഗരത്തിൽ ഇറങ്ങാൻ നിർവാഹമില്ല എന്നാണ്. മാലിന്യ കൂമ്പാരം കൊണ്ട് തോടുകൾ നിറഞ്ഞു കിടക്കുന്നു. ആമയിഴഞ്ചാൻ തോട്, അതുപോലെ തന്നെ പാർവതി പുത്തനാറ്, ചെറിയ ചെറിയ കൈത്തോടുകൾ മുഴുവൻ മാലിന്യ കരാറെടുക്കാൻ കരാറടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള കരാറുകാർ CPM-ൻ്റെ സഖാക്കളാണ്. അവർ കരാറെടുത്ത് വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്ന മാലിന്യം വീണ്ടും ചാക്കിൽ കെട്ടി ആമയിഴഞ്ചാൻ തോടിൽ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് ഉത്തരവാദിത്വം പൂർണ്ണമായും നഗരസഭ ഭരണകൂടത്തിനാണ്. ഇത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം, ഒരാളിൻ്റെ ജീവൻ പോലും എടുക്കുന്ന ഒരു സാഹചര്യം സംജാതമായത് ഈ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. ഈ വീഴ്ചയ്ക്കെതിരെയുള്ള മേയറുടെ ഓഫീസിന് മുന്നിൽ തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അശ്വിൻ ഡിയാഗോ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം റെജി ലൂക്കോസ് ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, നഗരത്തിന് എന്തു പറ്റിയെന്ന് നമ്മൾ